ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജൂലൈ 8, 2020 കറണ്ട് അഫയേഴ്സാണ്. നമ്മളുടെ ആദ്യത്തെ ഇനീഷ്യേറ്റീവായ കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളം എന്ന സെഷനിലെ ആദ്യത്തെ ടോപ്പിക് ജൂലൈ 8 ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാകാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആകുന്നു ബുബോണിക് പ്ലേഗ്. വടക്കൻ ചൈനയിലെ ബയ്യന്നൂർ എന്നൊരു നഗരപ്രദേശത്താണ് ഇത് വളരെ വലിയ തോതിൽ ഹൈ അലേർട്ടായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ബുബോണിക് പ്ലേഗ് അഥവാ ബുബോണിക് വിഷപ്പനി. എന്താണ് ഈ ബുബോണിക് പ്ലേഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇതിന് കാരണക്കാരൻ? യെഴ്സീനിയ പെസ്റ്റിസ് എന്നൊരു ബാക്ടീരിയ മൂലമാണ് ഈ ബുബോണിക് വിഷപ്പനി അഥവാ ബുബോണിക് പ്ലേഗ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മളിതിനെ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്നുകൂടി നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രതയെ കണക്കിലാക്കിക്കൊണ്ടാണ് നമ്മളതിനെ ബ്ലാക്ക് ഡെത്ത് എന്നും വിളിക്കുന്നത്. സോ ഈ വിഷപ്പനി നമ്മൾ പൊതുവെ 3 തരത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ബുബോണിക് പ്ലേഗ്, പിന്നെ ന്യൂമോണിക് പ്ലേഗ്, പിന്നെ സെപ്റ്റിസെമിക് പ്ലേഗ്. സോ ഈ ബാക്ടീരിയ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ അതിനെ നമ്മൾ ബുബോണിക് പ്ലേഗ് എന്നും, ഈ ബാക്ടീരിയ നമ്മുടെ ശ്വാസകോശത്തിൽ ബാധിക്കുമ്പോൾ അത് ന്യൂമോണിക് പ്ലേഗ് എന്നും, അത് ഈ ബാക്ടീരിയ നമ്മുടെ രക്തക്കുഴലുകളിൽ എൻ്റർ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിനെ സെപ്റ്റിസെമിക് പ്ലേഗ് എന്നും വിളിക്കുന്നു. സോ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു: ബുബോണിക് പ്ലേഗ്, ന്യൂമോണിക് പ്ലേഗ് ആൻഡ് സെപ്റ്റിസെമിക് പ്ലേഗ്. സോ എന്താണ് ഇതിനുള്ള പ്രതിവിധി? സോ ഇതുവരെ നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് മാത്രമാണ്. സോ ഓർക്കുക, കേരള PSC ആണെങ്കിലും UPSCക്കും ഒക്കെ നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എന്ത് ബാക്ടീരിയ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. യെഴ്സീനിയ പെസ്റ്റിസ് എന്നൊരു ബാക്ടീരിയ കാരണമാണ് ഇതുണ്ടാകുന്നത്. ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്. ബ്ലാക്ക് ഡെത്ത് എന്നും നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ 3 തരം വിഷപ്പനികളെക്കുറിച്ചും നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഈ ഒരു ബുബോണിക് പ്ലേഗ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. 1896 സെപ്റ്റംബർ 23 ഇന്ത്യയിൽ ബോംബെയിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പടർന്നു പിടിച്ച് വളരെ തോതിൽ ഒരുപാട് നമ്മുടെ ജീവനുകൾ പൊലിയപ്പെട്ടിട്ടുണ്ട് ആ ഒരു പ്ലേഗ് കാരണം, വിഷപ്പനി കാരണം. അന്നും ഇത് ചൈനയിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. അത് 1855 ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു വിഷപ്പനിയായിരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് 1897 എപ്പിഡമിക് ഡിസീസസ് ഓഫ് ആക്ട് നിലവിൽ വന്നതും. സോ ഇന്ത്യയിൽ നേരത്തെയും നമുക്കിതിൻ്റെ ട്രേസസ് ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായല്ലോ. വളരെ ചെറിയൊരു വീഡിയോയിൽ ബുബോണിക് പ്ലേഗിനെ കുറിച്ച് പറയാനും അറിയുവാനും ഉള്ള ഒരു വിശദീകരണമാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.